നമ്മളിപ്പോൾ 2024 ഡിസംബർ മാസത്തിൻ്റെ അവസാനത്തെ ഒരു ദിവസങ്ങളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് വാഹനങ്ങൾ പരമാവധി വിറ്റഴിക്കാൻ വേണ്ടിയിട്ട് യൂസ്ഡ് കാർ ഷോറൂമുകളൊക്കെ നല്ല ഓഫറും ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് വാഹനങ്ങൾ സെയിൽ ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ തൃശ്ശൂർ കാളത്തോടുള്ള എ മോട്ടോഴ്സിൻ്റെ പ്രീ ഓണഡ് യൂസ്ഡ് കാർ ഷോറൂമിൽ ഗംഭീരമായിട്ടുള്ള ഓഫേഴ്സ് വന്നപ്പോൾ തന്നെ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് വാഹനങ്ങൾ സെയിലിന് വെച്ചിട്ടുണ്ട്. സമ്മാനങ്ങളുടെയൊക്കെ കാര്യങ്ങൾ കേട്ടാൽ എന്തായാലും നിങ്ങൾ വാഹനങ്ങൾ എടുത്തു പോകും. അമ്മാതിരി ഓഫേഴ്സും കാര്യങ്ങളൊക്കെയാണ് നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ വാഹനങ്ങളും ഹൈ ക്വാളിറ്റി വാഹനങ്ങളാണ്. ഇവിടെ നിന്ന് വാഹനങ്ങൾ വാങ്ങുമ്പോൾ 100% ലോൺ സൗകര്യം ഉണ്ട്. ആ ലോൺ സൗകര്യം എന്ന് പറയുന്നത് പുതിയ വാഹനത്തിന്റെ അതേ പലിശ നിരക്കിൽ നമുക്ക് യൂസ്ഡ് കാർസിനും ലോണുകൾ എടുക്കാമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പോരാത്തതിന് ഒട്ടുമിക്ക വാഹനങ്ങളും 100% ലോൺ സൗകര്യത്തിലൂടെ നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും. ഏകദേശം 150 പരം യൂസ്ഡ് കാറുകൾ ഈ ഒരു ഷോറൂമിൽ നിലവിലുണ്ട്. അതും വ്യത്യസ്ത സെഗ്മെന്റിൽ SUV വേണം, അതുണ്ട്. അതിൽ ഹാച്ച് ബാക്ക് ആണ്, അതുപോലെ പെട്രോൾ വേണം, ഡീസൽ വേണം, മാനുവൽ വേണം, ഓട്ടോമാറ്റിക് വേണം. നിങ്ങൾക്ക് ഏത് തരം വാഹനം വേണമെങ്കിലും വാറന്റിയോട് കൂടിയിട്ട് ഫ്രീ സർവീസോട് കൂടിയിട്ട് 100% ലോണിൽ വാഹനങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കും. അപ്പോൾ നിലവിൽ ഏതൊക്കെ വാഹനങ്ങളുണ്ട്, എന്തൊക്കെയാണ് പ്രൈസ് റേഞ്ച്, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങളെന്നൊക്കെ വളരെ വിശദമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങൾക്ക് എന്തായാലും വീഡിയോ കണ്ട് തീരുന്നതോട് കൂടിയിട്ട് നല്ലൊരു യൂസ്ഡ് കാർ ഈ ഒരു ഷോറൂമിൽ നിന്ന് എടുക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ ഞാൻ ഉറപ്പ് നൽകുകയാണ്. അപ്പോൾ ഈ ഷോറൂമിൽ നിലവിലുള്ള എല്ലാ വാഹനങ്ങളും വളരെ വിശദമായിട്ട് പരിചയപ്പെടുത്തി തരുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടില്ല നമ്മുടെ ഷോറൂം മാനേജർ ജാഫറാണ്. കഴിഞ്ഞ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല, നമ്മളതിൽ വന്ന കസ്റ്റമേഴ്സിന് നല്ല രീതിയിൽ വണ്ടികൾ കൊടുക്കാൻ പറ്റി. ഒരുപാട് ആളുകൾക്ക് വണ്ടി കിട്ടാത്തൊരവസ്ഥ വന്നു. കാരണം അത്രയേറെ ആളുകൾ നമ്മുടെ വീഡിയോസ് കഴിഞ്ഞ വീഡിയോസ് കണ്ടു. ആ ഒരു സപ്പോർട്ട് സഹകരണം ഈ ഒരു മാസം നമുക്ക് എന്തായാലും കൊടുക്കും. ഒരുപാട് ഓഫർ ഉണ്ട്. ഒരുപാട് അവിടെ ഫ്ലെക്സിന്റെ ഇയർ എൻഡിങ് ബിഗ് സെയിൽ 2.0 കൊണ്ട് നമ്മൾ ഇപ്രാവശ്യം ഓഫർ ഇറക്കിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു രീതിയിലുള്ള ഓഫറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇപ്പൊ ഗോൾഡ് കോയിനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് നമുക്ക് പറയാ. പിന്നെ അല്ലാണ്ട് പിന്നെ നമ്മൾ ഇപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ 150+ വണ്ടികളുണ്ട്, ഇവിടെ കാറുകളുണ്ട്. ഒക്കെ കൂടുതൽ വണ്ടികൾ നമുക്ക് കസ്റ്റമർ ബഡ്ജറ്റ്, അതായത് സാധാരണക്കാർ തിരയുന്ന ഏറ്റവും കൂടുതലുണ്ട്. നീ നോക്കിയാൽ കാണാൻ പറ്റും. ഏറ്റവും കൂടുതൽ നമുക്ക് ഓൾട്ടോയും വാഗണർ അങ്ങനത്തെ വണ്ടികൾ ഏറ്റവും കൂടുതൽ. അതായത് നമ്മുടെ പ്രേക്ഷകർ, അതായത് വീഡിയോസ് കാണുന്ന സാധാരണക്കാരാണ്. വലിയ ആളുകൾ വീഡിയോസ് കണ്ട സമയങ്ങളിൽ വലിയ ആൾക്കാർക്ക് കൊടുക്കാൻ വണ്ടികളുണ്ട്. ആ ടൈപ്പ് വാഹനങ്ങൾ നിലവിലുണ്ട്. എന്നിരുന്നാലും സാധാരണക്കാരാണ് അവർ മുടക്കുന്ന പൈസക്ക് നല്ലൊരു വാഹനം സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് വീഡിയോസ് മാറി മാറി നോക്കുന്നവരുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും വരാൻ പറ്റുന്ന ഒരു ഷോറൂമാണ്. കറക്റ്റ് ലൊക്കേഷൻ എങ്ങനെ തന്നെ തൃശ്ശൂർ ടൗണിൽ നിന്ന് നമുക്ക് 3.5 കിലോമീറ്റർ. അവിടെ പറവട്ടാനി കഴിഞ്ഞ് കാളത്തോട് ജുമാ മസ്ജിദ് ഉണ്ട്. അതിന് നേരെ ഓപ്പോസിറ്റ് നമ്മുടെ ഷോറൂം വരുന്നത്. കാളത്തോട് എന്ന് പറയുന്ന സ്ഥലത്ത് ജുമാ മസ്ജിദിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഈ ഒരു ഷോറൂം ഉള്ളത്. അപ്പോൾ എന്തായാലും പുതിയ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിച്ച് തരികയാണ്. നമുക്ക് പരമാവധി എത്ര കവർ ചെയ്യാൻ പറ്റും അത്രത്തോളം കവർ ചെയ്യാം. 150 പരം യൂസ്ഡ് കാർ എല്ലാ കാറും പരിചയപ്പെടുത്താൻ എളുപ്പമില്ല. എന്നാലും ഓരോ കാറിന് നമുക്ക് 1-2 മോഡൽ വെച്ച് നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം. ബാക്കിയുള്ള പല കളറിലും പല മോഡലായിട്ട് വണ്ടികളുണ്ട്. കോൺടാക്ട് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്, വിളിച്ചെടുക്കാതിരിക്കരുത്. ഒരിക്കലും ഇല്ല. ആ ഒരു കംപ്ലൈന്റ് എന്റെ വീഡിയോ നോക്കി അറിയാൻ പറ്റും. എല്ലാ കസ്റ്റമറും ഇപ്പോൾ എടുക്കുന്നുണ്ട്, മറ്റൊന്നും രീതിയിൽ ഫോട്ടോസ് അയച്ചു കൊടുക്കുന്നുണ്ട്. തിരക്ക് കാരണം കൊണ്ട് നല്ല റിസൾട്ട് ആണ് വരുന്നത്. കാരണം വീഡിയോസ് ഇട്ടതിന് ശേഷം നല്ല കമന്റ്സ് ആണ് വീഡിയോക്ക് താഴെ വരുന്നത്. അതാണ് നിങ്ങൾ കൊടുക്കുന്ന സപ്പോർട്ട്. അപ്പൊ ആ സപ്പോർട്ട് ഈ വീഡിയോക്ക് കൊടുക്കണം. ഈ സമയത്ത് 20% വരെ 2% മുതൽ 2% 20% ഡിസ്കൗണ്ട് ആണ് കൊടുക്കുന്നത്. ഈ മാസം കൊണ്ട് വണ്ടികൾ കംപ്ലീറ്റ് വെക്കാനാണ് കമ്പനി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ പറക്കി വെക്കും പറയില്ല, പെറക്കി കൊടുക്കുക. ലാഭമൊന്നും വേണ്ട, ലാഭമൊക്കെ കണ്ട് കുറച്ചിട്ട് പരമാവധി വാഹനങ്ങൾ, നല്ല വാഹനങ്ങൾ ആൾക്കാർക്ക് കിട്ടണമെന്നുള്ള ഉദ്ദേശമുണ്ട്. പിന്നെ അടുത്ത വർഷം വാഹനങ്ങൾക്ക് വിലയും കൂടുന്നുണ്ട്. പുതിയ വണ്ടിക്ക് 1% മുതൽ 10% വില കൂടാൻ നിൽക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് യൂസ്ഡ് കാറിന് വില കൂടുന്നില്ല. നമുക്കപ്പോൾ മാക്സിമം ഈ മാസം തന്നെ വണ്ടി എടുക്കുകയാണെങ്കിൽ വില കുറച്ച് വണ്ടികൾ കിട്ടും. അതായത് പുതിയ വാഹനങ്ങൾക്ക് വില കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് യൂസ്ഡ് കാറിന്റെ മാർക്കറ്റും നല്ല രീതിയിൽ തന്നെ ഉണരും. ആ സമയത്ത് യൂസ്ഡ് കാറിന് വില കൂടും. പരമാവധി വാഹനങ്ങൾ നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് ഈ സമയത്തൊക്കെ വന്നിട്ട് വില പേശിയാണെങ്കിൽ എന്തായാലും വാഹനം കിട്ടും. അടുത്ത വർഷമൊക്കെ വില പേശിയ ഒരു കാര്യം ഉണ്ടായാലും കിട്ടില്ല. അപ്പൊ നമുക്ക് പരിചയപ്പെടാം. ആദ്യമായിട്ട് ആൾട്ടോ തന്നെ പരിചയപ്പെടാം. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ തന്നെ? ഇത് 2022 മോഡൽ ഓൾട്ടോ 800 LXi ആണ് കേട്ടോ. LXi ബേസ് മോഡൽ, ബേസ് ഓപ്ഷൻ ആണ്. LXi അതുകൊണ്ട് AC പോസിറ്റീവ് ടൂർ പവർ വിൻഡോ വരുന്നത്. ഇത് 42 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യമൊന്നുമില്ല. പിന്നെ അത് കൂടാണ്ട് ഈ വണ്ടർ പോലെ എക്സ്ട്രാ ഫിറ്റിംഗ്സ്, അതായത് അലൈവീൽസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഗ്രേ കളറാണ് അലൈവീൽ ചെയ്തുകൊണ്ട് നല്ല വൃത്തിയുണ്ട്. അലൈവീലൊക്കെ ചെയ്തിട്ടുണ്ട്. ഓണർഷിപ്പ് എത്രയെന്ന് പറഞ്ഞാൽ സിംഗിൾ ഓണർഷിപ്പ് വരുന്നത്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉള്ളതിന്റെ പേരിൽ. പിന്നെ 2022 ആണ്. 2027 ഒരു വാറണ്ടി നിൽക്കുന്നുണ്ട്. 2027 വരെ വാറണ്ടി എടുക്കുന്നുണ്ട് നിലവിൽ. അത് മാനുഫാക്ചറിംഗ് വാറണ്ടി കഴിഞ്ഞിട്ടില്ല, 27 കഴിയുള്ളൂ. കമ്പനി വാറണ്ടി അത് കഴിഞ്ഞിട്ട് +1 ഇയർ വാറണ്ടി നമുക്ക് വേറെ കൊടുക്കാൻ കഴിയും.
അത് കഴിഞ്ഞിട്ട് ഒരു വർഷം നിങ്ങൾ വാറണ്ടി കൊടുക്കും. അപ്പോൾ 2028 അതായത് 4 വർഷം വാറണ്ടി 3 ഫ്രീ സർവീസുള്ള വണ്ടിയാണ്. ഒരു പുതിയ ആൾട്ടോ എടുക്കുന്ന അതേപോലെ 4 വർഷമാണ് വാറണ്ടി, ഓൾ ഇന്ത്യ ഈ വാറണ്ടി കാര്യങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റും. സർവീസ് എത്ര കൊടുക്കുന്നത്? 3 ഫ്രീ സർവീസും കൊടുക്കും. എത്ര ചോദിക്കാം പ്രൈസ് എത്ര? നമുക്ക് 3,95,000 ചോദിക്കുന്ന പോലെ. ആൾട്ടോ നിർത്തുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു പ്രൈസ് അല്ലേ? അതെ ലാസ്റ്റ് ഇത് 2020 കേട്ടോ. ഇത് ഡീറ്റെയിൽസ് ഇത് 2020 മോഡൽ ഓൾട്ടോ 800 LXA ആണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 44 ഓടിയിട്ടുള്ളൂ. 44,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കമ്പനി സർവീസ് ആയതുകൊണ്ട് ഒരു 6 മാസം വാറണ്ടി 3 ഫ്രീ സർവീസും കൊടുക്കാൻ പറ്റും. 6 മാസത്തെ വാറണ്ടി കൊടുക്കുന്നുണ്ട്, 3 ഫ്രീ സർവീസ് കൊടുക്കുന്നുണ്ട്. ഇത് ഏതാ വേരിയന്റ്? ഇത് LXA വരുന്നത്. AC പോസിറ്റീവ് ഡോർ പവർ വിൻഡോ ആയിട്ട് വരുന്നത്. 2019 BS6 എഞ്ചിനാണ്. അതിൽ ABS എയർ ബാഗ് വരുന്ന ഒരു മോഡലാണ്. അതായത് ആൾട്ടോ പറഞ്ഞിട്ട് തള്ളിക്കളേണ്ട സേഫ്റ്റി ഫീച്ചേഴ്സും കാര്യങ്ങളുണ്ട്. റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വരുന്നുണ്ടാവും. പിന്നെ ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ അല്ലടാ? അതെ ടയർ കണ്ടീഷൻ ആണ്. ടയറും കാര്യങ്ങളൊക്കെ പുതിയ ടയേഴ്സ് ആണ് ഇട്ടിട്ടുള്ളത്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് ഇത് 3,50,000. ഇതും ഒരു 30,000 ഡൗൺ പേയ്മെന്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ ബാക്കി 3,20,000 ലോൺ കൊടുക്കാം. 3,20,000 നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. 6 മാസത്തെ വാറണ്ടി 3 ഫ്രീ സർവീസ്. ഇത് 2012 സ്റ്റോപ്പ് ചെയ്ത മോഡൽ. 12ലാണ് ഓൾട്ടർനേറ്റീവ് തുടങ്ങിയത്. ഇത് 12 സ്റ്റോപ്പ് ചെയ്ത മോഡലാണ്. 2012 മോഡൽ ഓൾട്ടോ LXA ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. 88,000 ഓടിയിട്ടുള്ളൂ. ഇത് അതുപോലെ വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. 4 പുത്തനായിരം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമുക്ക് 1,70,000 കിട്ടി കഴിഞ്ഞാൽ വണ്ടി കൊടുക്കാൻ പറ്റും. 1,70,000 കിട്ടി കഴിഞ്ഞാൽ വണ്ടി കൊടുക്കുക. ഒരു 1.5 ലക്ഷം രൂപ ലോൺ കിട്ടും. ബാക്കി 20,000 രൂപ ഡൗൺ പേയ്മെന്റ് ആയി കഴിഞ്ഞാൽ വണ്ടി നമുക്ക് ഇറക്കി കൊടുക്കാം. 2012 മോഡൽ വെച്ച് ലോൺ കിട്ടാതിരിക്കുന്ന ഒരു അവസ്ഥ വരുന്നില്ല. 20,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ പിന്നെ 2012 ആയതുകൊണ്ട് ചോദിക്കുകയാണ്. ഇതിന്റെ പേപ്പറും കാര്യങ്ങളും ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ക്ലിയർ എല്ലാം പക്കയാണ്. ഇതിൽ നിലവിൽ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ വാലിഡിറ്റി ഉണ്ട്. പേപ്പർ 2027 ടെസ്റ്റ് വരുന്നുള്ളൂ. ഇപ്പോൾ നിലവിൽ പേപ്പറും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ നോക്കണം. ഇത് LXA ആണോ? LXA ആണ്. AC കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. ആക്സിഡന്റ് ഹിസ്റ്ററി റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയായിരുന്നു? ഇത് 2009 മോഡൽ ഓൾട്ടോ LXA പുതിയ ടെസ്റ്റ് എടുത്തത്. നേരത്തെ പറഞ്ഞില്ല 1,25,000 മുതൽ വണ്ടി സ്റ്റാർട്ടിംഗ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് മോഡൽ. 1,25,000 നമ്മൾ ചോദിക്കുന്ന വില. 2009 മോഡൽ ഓൾട്ടോ LXA പുതിയ ടെസ്റ്റും ടാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുതിയ പേപ്പർ എടുത്തിട്ടുള്ള വണ്ടിയാണ്. അതായത് ഇനിയിപ്പോൾ എത്ര കഴിയും? 2028 29 ടെസ്റ്റ് വരുന്നത്. 2028 29 ആ സമയത്താണ് നമുക്ക് ഇനി പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ. നമ്മൾ ആദ്യം ഇൻട്രോയിൽ പറഞ്ഞ 1,25,000 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന പറയുന്നത് ഈ സെഗ്മെന്റ് വാഹനങ്ങളാണ്. ക്വാളിറ്റി വെഹിക്കിൾസ് ആണ്. വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് കൊണ്ട് നടക്കാൻ പറ്റും. അതായത് ഒരു പഠിക്കാനായാലും എന്തിനൊക്കെയാലും ഉപയോഗിക്കാൻ പറ്റും. ഒരു സാധാരണ ഒരു ഫാമിലിക്ക് ഉപയോഗിക്കാൻ പറ്റിയ വണ്ടി. 2009 ലോൺ കിട്ടില്ല. റെഡി ക്യാഷ് കസ്റ്റമേഴ്സ് വരുന്നവർക്ക് കൊടുക്കാം. ഒരു ചെറിയ ഫാമിലിക്കൊക്കെ ഇപ്പോൾ ആവശ്യമുള്ള ഒരു വാഹനം. സേഫ്റ്റി ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതെ മൈലേജും ഉണ്ട്. മാരുതിയിൽ ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് എക്സ്പ്രസോ VXA പ്ലസ് വന്ന് വേരിയന്റ്. VXA പ്ലസ് പറഞ്ഞാൽ ടോപ്പ് ആണ്. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ? ഇത് 2022 മോഡൽ എക്സ്പ്രസോ VXA പ്ലസ് ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 14,000 ഓടിയിട്ടുള്ളൂ. വെറും 14,000 ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ കമ്പനി സർവീസ് ആണ്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യമൊന്നുമില്ല. ഒരു സിംഗിൾ സ്ക്രാച്ച് പോലും ഇല്ല. നേരത്തെ മൈലേജിന് കാര്യം പറഞ്ഞു. എത്ര മൈലേജ്? 25 മൈലേജ് കമ്പനി പറയണത്. എന്തായാലും എങ്ങനെ ഓടിച്ചാലും നമുക്കൊരു 20+ മൈലേജ്. 20+ നമുക്ക് മൈലേജ് കിട്ടും. കമ്പനി പറയണത് 25 ആണ്. ഈ VXA പ്ലസിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്? ഇതിൽ AC പോസിറ്റീവ് ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. സെൻട്രൽ ലോക്ക് സ്റ്റീരിയോ വരുന്നുണ്ട്. അതുപോലെ ABS എയർ ബാഗ് എല്ലാം വരുന്ന വണ്ടിയാണ്. ABS എയർ ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ 13 ഓടിയിട്ടുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു 80% ടയർ കണ്ടീഷൻ വരുന്നുണ്ട്. 80% ടയർ കണ്ടീഷൻ ഉണ്ട്. ഇൻഷുറൻസ് പുതിയ ഇൻഷുറൻസ് എടുത്തോളൂ. ഫുൾ കവർ ഇൻഷുറൻസ്. ഇപ്പോൾ ഈ കണ്ടീഷൻ നമ്മൾ കഴിഞ്ഞ മാസം വരെ നമ്മൾ ദീപാവലിക്ക് വണ്ടി ഉണ്ടായിരുന്നു. അന്ന് 5 ലക്ഷം ചോദിച്ചിരുന്നത്. അപ്പോൾ നമുക്ക് ഇയർ എൻഡിംഗ് ഒക്കെ ആയിട്ട് 4,85 എനിക്കൊരു ഓഫർ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അതൊന്നും കുറച്ച് കൊടുക്കാം. 4,85 ആണ് ഇപ്പോൾ ചോദിക്കുന്ന വില. വീട് കണ്ടിട്ട് എത്ര പെട്ടെന്ന് വിളിക്കാൻ പറ്റുമോ അത്ര പെട്ടെന്ന് വിളിക്കുക. കാരണം ഇപ്പോൾ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ 20% വരെ കുറച്ച് കൊടുക്കുന്നുണ്ടാവും. ഇതിന് വാറണ്ടി കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. 1 ഇയർ വാറണ്ടി ഉണ്ട്. 1 ഇയർ വാറണ്ടി 3 ഫ്രീ സർവീസും കൊടുക്കാം. 1 ഇയർ വാറണ്ടി ഉണ്ട്, 3 ഫ്രീ സർവീസ്. 3 ഫ്രീ സർവീസിന് ഇവിടെ തന്നെ വരണോ? ഒരിക്കലും ഇല്ല. നമ്മുടെ വീടിന്റെ അടുത്ത് ഏത് മാരുതി സർവീസ് സെന്റർ എവിടെ ഉള്ള വെച്ചാൽ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഈ സർവീസും കിട്ടും, ഈ വാറണ്ടിയും കിട്ടും. ഈ സർവീസും കിട്ടും, വാറണ്ടി കിട്ടും. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? 2021 മോഡൽ എക്സ്പ്രസോ VXA AGS ആണ്. അതായത് ഓട്ടോമാറ്റിക് ആണ്. AMT ആണ്. ഓട്ടോമാറ്റിക് ആണ്. എക്സ്പ്രസോയിലാണ് ഓട്ടോമാറ്റിക് വരുന്ന വണ്ടിയാണ്. ഏകദേശം 40,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണ്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. കമ്പനി സർവീസ് ആണ്. അത് കൂടാണ്ട് 2021 കസ്റ്റമർ എക്സ്റ്റൻഡ് വാറണ്ടി എടുത്തിട്ടുണ്ട്. ആ വാറണ്ടി 2026 കഴിയുള്ളൂ. പ്ലസ് 1 ഇയർ വാറണ്ടി കൊടുക്കാൻ പറ്റും. ഈ കമ്പനി കൊടുക്കുന്ന വാറണ്ടിക്ക് പുറമെ വാറണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റും. ഏകദേശം ഒരു 3 വർഷത്തെ വാറണ്ടിയും 3 ഫ്രീ സർവീസും നമുക്ക് ഈ വണ്ടിക്ക് അവൈലബിൾ ആണ്. ഇതിൽ VXA വരുന്ന ഫീച്ചേഴ്സ് 2 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം വരുന്നത്. ABS എയർ ബാഗ് എല്ലാം വരുന്നുണ്ട്. ഇപ്പൊ മാനുവലും ഓട്ടോമാറ്റിക്കും തമ്മിൽ മൈലേജിന് എന്തെങ്കിലും വ്യത്യാസം വരുന്നത്? സാധാരണ മാനുവലിനാട്ടിലും കൂടുതൽ ഓട്ടോമാറ്റിക്കാണ് മൈലേജ് കമ്പനി പറയുന്നത്. കാരണം കറക്റ്റ് ആയിട്ട് ക്ലച്ചും ബ്രേക്കും ആക്സിലേറ്റർ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൈലേജ് കൂടുന്ന പറയണേ. ഈ മാനുവൽ ആകുമ്പോൾ നമ്മൾ ചിലപ്പോൾ ക്ലച്ച് ഓട്ടാനും ഗിയർ മാറാനൊക്കെ ചേഞ്ച് ആവാൻ സമയം എടുക്കും. ഇതാകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് സെൻസ് ചെയ്തിട്ട് എന്തായാലും ഗിയർ ചേഞ്ച് ആക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ മൈലേജ്
മാരുതി പറയുന്നത് ഓട്ടോമാറ്റിക്കിനാണ്, AMT-ക്കാണ്. അപ്പോൾ ഓട്ടോമാറ്റിക് എടുത്തു കഴിഞ്ഞാൽ മൈലേജ് കുറയുന്നുള്ള ആളുകളുടെ സംശയം കൂടി നമുക്ക് മാറ്റി തന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു കളറിനോട് യോജിച്ച ഇന്റീരിയറും കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്തിട്ടുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ പുതിയ ടയേഴ്സ് ആണുള്ളത്. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ചോദിക്കുന്ന പ്രൈസ് പറയും. വില പറഞ്ഞില്ല, വില പറഞ്ഞിട്ടില്ല. ഇത് നമുക്ക് ഏകദേശം 5 ലക്ഷം റുപ്യ ഇട്ട് കഴിഞ്ഞ് വണ്ടി കൊടുക്കാം. 5 ലക്ഷം കിട്ടിയാൽ വണ്ടി കൊടുക്കാൻ പറ്റും. ഇതിൽ നിന്ന് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൂടാണ്ട് മാക്സിമം അതായത് 90% വരെ ലോൺ അവൈലബിൾ ആണ്. ഒരു 4,70,000 ലോൺ കിട്ടും. നമുക്ക് 4,70,000 ലോൺ കിട്ടും. 30,000 ഡൗൺ പേയ്മെന്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഇറക്കി എടുക്കാം. ചെറിയൊരു എമൗണ്ട് ആണ് ഡൗൺ പേയ്മെന്റ് ചോദിക്കുന്നത്. പുതിയ വാഹനമൊക്കെ എടുക്കാൻ നിൽക്കുന്നവർക്ക് എന്തായാലും അനുയോജ്യമായിട്ടുള്ളൊരു വാഹനമാണ് ഇത്. 2023 മോഡൽ സെലേരിയോ ZX ആണ്. ഫുൾ ഓപ്ഷൻ ആണ്. 14,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഓണർഷിപ്പ് സിംഗിൾ ഓണറാണ്. പക്ക കമ്പനി സർവീസിനൊക്കെ ഉള്ള വണ്ടിയാണ്. സെലേരിയോക്ക് പറഞ്ഞ പോലെ മൈലേജ് തന്നെ 25 മാരുതിയും പറയുന്നത്. അതായത് പഴയ സെലേരിയോ പുതിയ സെലേരിയോ വന്ന് നോക്കുമ്പോൾ മൈലേജ് കൂടിയിട്ടുണ്ട്. ഇതും ഏകദേശം മൈലേജ് 25 മൈലേജ് പറയുന്ന വണ്ടിയാണ്. കമ്പനി പറയുന്നുണ്ട് 20+ മൈലേജ് എന്തായാലും. കമ്പനി 25 പറഞ്ഞാലും നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ റോഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് 5 കിലോമീറ്റർ കുറച്ചാലും മൈലേജ് എന്തായാലും കിട്ടില്ല. 4 പവർ വിൻഡോ ഉണ്ട്, സെൻട്രൽ ലോക്ക് ഉണ്ട്, സ്റ്റീരിയോ വരുന്നുണ്ട്. അതുപോലെ ക്വാളിറ്റിയിലാണ് സീറ്റ് കവർ ഉണ്ട്, ഫോഗ് ലാമ്പ് ഉണ്ട്, ABS എയർ ബാഗ്, സേഫ്റ്റി പരമായിട്ട് ABS എയർ ബാഗ് എല്ലാം വരുന്നുണ്ട്. ഇത് കൂടാണ്ട് 2023 ആയതുകൊണ്ട് അന്നത്തെ എക്സ്റ്റൻഡ് വാറന്റി ബാലൻസ് കിടക്കുന്നുണ്ട്. അത് 28 അവസാനിക്കുള്ളൂ. 28 വാറന്റി അവസാനിക്കുള്ളൂ. പ്ലസ് 1 ഇയർ വാറന്റി കിട്ടും. 2029 വരെ, അതായത് ഏകദേശം 4 വർഷം വാറന്റി കിട്ടുന്ന ഒരു വണ്ടിയാണ്. പുതിയ വണ്ടി എടുക്കുകയാണെങ്കിൽ നമ്മൾ കയ്യിൽ നിന്ന് പൈസ കൊടുത്തിട്ടാണ് എക്സ്റ്റൻഡ് വാറന്റി എടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ റേറ്റിൽ, അതായത് ഇത് നമ്മൾ ചോദിക്കുന്നത് 590 ആണ്. 590 നമുക്ക് ഈ ഒരു 4 വർഷത്തെ വാറന്റിയും 3 ഫ്രീ സർവീസ് അവൈലബിൾ ആണ്. പുതിയ വണ്ടിക്ക് ഏകദേശം ഒരു 7.5-7.25 റേറ്റ് വരുന്നുണ്ട്. ഇത് നമ്മൾ ചോദിക്കുന്ന 590 ആണ്. ലക്ഷങ്ങളുടെ മാറ്റമുണ്ട്. എത്ര നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും? ഒരു 5.5 ലക്ഷം രൂപ ലോൺ കൊടുക്കാം. 5 ലക്ഷം. ബാക്കി ഒരു 40,000 രൂപ ഡൗൺ പേയ്മെന്റ് ആയി കഴിഞ്ഞാൽ വണ്ടി ഇറക്കി കൊടുക്കാം. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്? ഇത് 2019 മോഡൽ സാൻഡ്രോ ആണ്. ഹുണ്ടായുടെ സാൻഡ്രോ ആണ്. 1.1 എഞ്ചിനാണ് വരുന്നത്. എറയാണ് വേരിയന്റ് വരുന്നത്. ഏകദേശം ഒരു 60,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. പെട്രോൾ ആണ്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സിംഗിൾ ഓണർ ആണ്. ഇത് എറയാണ്. ബേസ് ഓപ്ഷൻ വരുന്നത്. ബേസ് ഓപ്ഷൻ പറയുമ്പോൾ AC പവർ സ്റ്റിയറിംഗ്, തുടർ പവർ വിൻഡോയിൽ വരുന്നുണ്ട്. ഇത് അത് കൂടാണ്ട് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ പക്ക സർവീസ് കിട്ടിയതിന്റെ പേരിൽ മാത്രമായിട്ട് നമുക്കൊരു 1 ഇയർ വാറന്റി. അത് മാരുതി അല്ലാത്ത വണ്ടിക്കും നമ്മൾ വാറന്റി കൊടുക്കുന്നുണ്ട്. അതർ ബ്രാൻഡ് വണ്ടിക്കും നമ്മൾ ഇവിടുന്ന് വാറന്റി കൊടുക്കുന്നുണ്ട്. 1 ഇയർ വാറന്റി. അതായത് ഇവിടുന്ന് എടുത്തിട്ട് 10,000 കിലോമീറ്റർ വരെ എഞ്ചിനും ഗിയർ ബോക്സിനൊക്കെ നമുക്ക് വാറന്റി കൊടുക്കാം. ചോദിക്കുന്ന പ്രൈസ് എത്ര തന്നെ? നമുക്കൊരു 3,60,000 ചോദിക്കുന്ന, നമുക്ക് ഡിസ്കൗണ്ട് കാരണം ഉണ്ടാവും. നമുക്ക് ഏകദേശം ഒരു 3,25,000 രൂപ ലോൺ കിട്ടും. ബാക്കി ഒരു 30,000 രൂപ ഡൗൺ പേയ്മെന്റ് ആയി കഴിഞ്ഞാൽ വണ്ടി ഇറക്കി തരാം. അടുത്തായിട്ട് ഹ്യുണ്ടായുടെ ചെറുവാഹനം അന്വേഷിച്ചിരിക്കുന്ന ആളുകൾക്ക് പറ്റിയ വാഹനം, ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള വണ്ടിയാണ്. അത് കൂടാണ്ട് ഫുൾ ലോൺ കിട്ടുന്ന ഒരു വണ്ടി കൂടിയാണ്. ഫുൾ ലോൺ കിട്ടുന്ന വണ്ടിയാണ്. ഇതിൽ ക്യാഷ് ബാക്ക് കൊടുക്കാം നമുക്ക്. അതായത് വാഹനം എടുക്കുന്ന നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ട് പൈസ കൊടുക്കാം. അപ്പൊ അതിന് എത്ര ലോൺ കിട്ടുന്നത്? നമുക്ക് 2 ലക്ഷം രൂപ ലോൺ കിട്ടും. 2 ലക്ഷം നമ്മൾ ആകെ 1,70,000 ചോദിക്കണുള്ളൂ. 1,70,000 അതിൽ ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പൊ നമുക്ക് 2 ലക്ഷം രൂപ, അതായത് വണ്ടി എടുത്തിട്ട് 40,000 രൂപ ആണെങ്കിൽ അങ്ങോട്ട് കസ്റ്റമർക്ക് ക്യാഷ് ബാക്ക് കൊടുക്കാം. വാഹനം എടുത്തു കഴിഞ്ഞാൽ പൈസ കിട്ടുന്ന പരിപാടിയാണ്. നിങ്ങൾക്ക് പൈസക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ വാഹനം വന്ന് വണ്ടി വാങ്ങാൻ പൈസ തരാം. അതെ, ഡീറ്റെയിൽസ് വേണമെങ്കിൽ 2014 മോഡല് ഇയോൺ ഡിലൈറ്റ് വേരിയന്റ് വരുന്നത്. 81,000 ഓടിയിട്ടുള്ളൂ. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. പക്ക കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പറഞ്ഞ പോലെ ഇത് ചെറുവാഹനം ആയതുകൊണ്ട് ചോദിക്കണം, മൈലേജ് എങ്ങനെയാണ് കിട്ടുന്നത്? മൈലേജ് ഒരു 70+, 17+ മൈലേജ് കിട്ടും. മൈലേജും കിട്ടും. ഹ്യുണ്ടായുടെ ആയതുകൊണ്ട് നമുക്ക് ആ റേഞ്ചിലൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. എന്തായാലും ആ റേഞ്ചിൽ കിട്ടും. ചെറിയൊരു ഫാമിലിക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇത്തിരി ഹൈറ്റും ഉണ്ട്, അത്യാവശ്യം കാണാനും ഭംഗിയുണ്ട്. വാഹനം അങ്ങനെ ഒരു വാഹനമായിട്ട് നമുക്ക് സുഖമായിട്ട് ഉപയോഗിക്കാം ചെയ്യാം. നമുക്കിപ്പോൾ ചെറിയ വാഹനം നമ്മുടെ ആഗ്രഹത്തിന് പുറത്ത് എടുത്തിട്ട് കുറച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ വാഹനങ്ങൾക്ക് റീസെയിൽ വാല്യൂ ഉണ്ടെങ്കിൽ അത് ഏറ്റവും ഗുണമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെയുള്ള സെഗ്മെന്റിൽ പെടുന്ന വാഹനമാണ് ഇയോൺ. ഒന്നല്ല, ഇപ്പുറത്ത് വേറെ ഒരെണ്ണം കൂടി ഉണ്ട്. ഇതിന്റെ ഡീറ്റെയിൽസ്, ഇത് 2018 മോഡല് ഇയോൺ എറ പോലത്തെ വേരിയന്റ് വരുന്നത്. അതായത് AC പവർ സ്റ്റിയറിംഗ്, തുടർ പവർ വിൻഡോ വരുന്നുണ്ട്. ബേസ് മോഡലാണ് എറ. ബേസ് ഓപ്ഷൻ ആണ്. തുടർ പവർ വിൻഡോ കൂടി എക്സ്ട്രാ ആഡ് ചെയ്ത് വരുന്നുണ്ട്. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണ്. 84,000 ഓടിയിട്ടുള്ളൂ. ഇത് അതുപോലെ വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ടയർ അഡീഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉള്ള സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ എടുത്ത് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉള്ളതിന്റെ പേരിൽ 1 ഇയർ വാറണ്ടി, മാരുതി അല്ലാത്ത വണ്ടിക്ക് കൊടുക്കുന്ന വാറണ്ടി ഈ ഇയോൺ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതിന് 1 വർഷത്തെ വാറണ്ടി കൊടുക്കും. ഈ വണ്ടിക്ക് 1 വർഷത്തെ വാറണ്ടി കൊടുക്കും. അപ്പൊ ചോദിക്കുന്ന പ്രൈസ് 2,35 ചോദിക്കണേ. 2,35,000 രൂപ ചോദിക്കുന്നത്. അതും ഫുൾ ലോൺ കൊടുക്കാം. ഫുൾ ലോൺ 2,35,000 രൂപ നമുക്ക് ലോണും കിട്ടും. 1 വർഷത്തെ വാറണ്ടി കിട്ടും. വീട്ടിൽ കൊണ്ടുപോയാൽ വേറെ കംപ്ലൈന്റ് കാര്യങ്ങളായിട്ട് വേറെ മെക്കാനിക്കൽ പരമായിട്ട് വേറെ വർക്ക്ഷോപ്പൊക്കെ പോകേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വാറണ്ടിയിൽ ക്ലെയിം ചെയ്യാം. അടുത്തായിട്ട് ചെറുവാഹനങ്ങൾ അന്വേഷിച്ചെടുക്കുന്ന ആളുകൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വാഹനം, റെനോൾട്ടിന്റെ കിഡ് 2017 മോഡൽ കിഡ് AMT ആണ് കേട്ടോ. RXT വേരിയന്റിൽ വരുന്ന 1.0 ലിറ്റർ എഞ്ചിനാണ്. ഓട്ടോമാറ്റിക് ആണ്. ലേഡീസിനൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു കളറുമാണ്. അവരുടെ ചെറിയ വണ്ടിയാണ്. എങ്ങനെ കൊണ്ടുനടക്കാം.
ഇതിന്റെ ഡീറ്റെയിൽസ് ഫുൾ ആയിട്ട് എങ്ങനെ തന്നെ? ഇത് 2017 മോഡൽ RXT 1 ലിറ്റർ AMT വേരിയന്റിൽ വരുന്ന വണ്ടിയാണ്. പെട്രോൾ അല്ലേ? പെട്രോൾ ആണ്. പെട്രോൾ ആണ്. അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഏകദേശം ഒരു 50,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ള. ഇതിപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് ആയതുകൊണ്ടും അതുപോലെ കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉള്ളതിന്റെ പേരിൽ 1 ഇയർ വാറന്റി കൊടുക്കാൻ പറ്റും. ഒരു വർഷത്തെ വാറന്റി കൊടുക്കണം. മാരുതിയുടെ വാഹനങ്ങൾക്ക് മാത്രമല്ല ഒട്ടുമിക്ക എല്ലാ നല്ല വാഹനങ്ങൾക്കും വാറന്റി കൊടുക്കുന്നുണ്ട്. വാറന്റി കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ വേറെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളും കമ്പനി അവിടെ പോയി ചെക്ക് ചെയ്ത് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് പറയുന്നത് വാറന്റി കൊടുക്കുന്നത്. വെറുതെ ഒരു വാറന്റി ഒരു കമ്പനി കൊടുക്കില്ല. പിന്നെ ഇതിൽ AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്, സ്റ്റീരിയോ ഉണ്ട്, സെൻട്രൽ ലോക്ക് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പുതിയ ടയറും കാര്യങ്ങളൊക്കെ ടയർ പുത്തൻ ടയറാണ്, ഇൻഷുറൻസ് ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് നമുക്ക് 3,50,000 നമ്മൾ ചോദിക്കുന്നത്. ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ 3 ലക്ഷം വരെ ലോൺ കിട്ടും. 50,000 രൂപ ഡൗൺ പേയ്മെന്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഇറക്കി കൊടുക്കും. 50,000 രൂപ ചോദിക്കണം കേട്ടോ. താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഓട്ടോമാറ്റിക് വാഹനങ്ങളൊക്കെ ഒരുപാട് ആൾക്കാർ അന്വേഷിക്കുന്ന വാഹനമാണ്. അതുകൊണ്ട് തന്നെ മാക്സിമം ഷെയർ ചെയ്യുക. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ തന്നെ? ഇത് 2017 മോഡൽ ഈക്കോ 5 സീറ്റർ AC ആണ്. ഈക്കോ 5 സീറ്റർ AC ആണ്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. 87,000 ഓടിയിട്ടുള്ളൂ. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഏകദേശം നമുക്കൊരു 3,80,000 കിട്ടിക്കഴിഞ്ഞാൽ വണ്ടി കൊടുക്കാൻ പറ്റും. 3,80,000 കിട്ടി വണ്ടി കൊടുക്കാം. ഇത് ലോൺ എത്ര ചെയ്യാൻ പറ്റും? നമുക്ക് ഏകദേശം ഒരു 3 ലക്ഷം ലോൺ കിട്ടും. ഇത് മറ്റു വണ്ടികൾ ചെയ്യണമാതിരി ഫുൾ ലോൺ കിട്ടില്ല. ഫിനാൻഷ്യലി 75% ലോൺ കിട്ടുള്ളൂ. നമുക്ക് ഏകദേശം ഒരു 85,000 രൂപ തന്നിട്ട് ബാക്കി ലോൺ എടുക്കേണ്ടി വരും. 87,000 നമുക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ വേറെ കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഡൗൺ പേയ്മെന്റ് കുറച്ചുകൂടി കുറഞ്ഞു. ഓക്കെ. ഒരു കാലത്ത് മാരുതി വാഹന പ്രേമികളുടെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനമായിരുന്നു മാരുതി റിറ്റ്സ്. അതെ. ഇതിന്റെ ഡീറ്റെയിൽസ്? ഇത് 2012 മോഡൽ റിറ്റ്സ് VDI ആണ്. ഡീസൽ ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 1,34,000 ഓടിയിട്ടുള്ളൂ. വണ്ടി വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. 2012 ആയിട്ടും കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മൾ ചോദിക്കുന്ന പോലെ 2,50,000 ചോദിക്കുന്ന പോലെ 2,50,000 ചോദിക്കുന്നത്. നമുക്ക് AC ഉണ്ട്, പവർ സ്റ്റിയറിംഗ് ഉണ്ട്, 4 ഡോർ പവർ വിൻഡോ ഉണ്ട്, സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്, സ്റ്റീരിയോ വരുന്നുണ്ട്. അത്യാവശ്യം സ്റ്റീരിയോ വരുന്നുണ്ട്. കണ്ടീഷൻ ടയേഴ്സ് ആണ്. അതുപോലെ തന്നെ സീറ്റും കാര്യങ്ങളൊക്കെ നല്ലതാണ്. 2,50,000 രൂപ ഇട്ട് കഴിഞ്ഞാൽ വണ്ടി കൊടുക്കാം. ലോൺ കിട്ടും. നമുക്ക് 2,25 ലോൺ കിട്ടും. 25,000 രൂപ ഇട്ട് കഴിഞ്ഞാൽ ഒരു റിറ്റ്സ് ഡീസൽ നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം. ഇത് 2016 മോഡൽ വാഗണർ LX ആണ്. 89 ഓടിയിട്ടുള്ളൂ. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇത് LX ആണ്. LX പറയുമ്പോൾ AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ പവർ വിൻഡോ വരുന്ന വേരിയന്റ് ആണ്. അത്യാവശ്യം സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ ഫിറ്റിംഗ്സ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചോദിക്കുന്ന വില 3,40,000 ചോദിക്കുന്ന വില നമുക്ക് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാം. ലോൺ ചെയ്യാൻ പറ്റില്ലേ? ലോൺ ചെയ്യാം. നമുക്ക് 3 ലക്ഷം രൂപ ലോൺ കിട്ടും. 40,000 രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കി കഴിഞ്ഞാൽ വണ്ടി ഇറക്കി കൊടുക്കാം. അടുത്തത് ഒരു വൈറ്റ് തന്നെയാണ്. ഇത് അടുത്ത 2017 മോഡൽ വാഗണർ VXI ആണ്. ഏകദേശം കിലോമീറ്റർ 87,000 ഓടിയിട്ടുണ്ട്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. പക്ക കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. VXI ആയതുകൊണ്ട് നമുക്ക് ഫുൾ ഓപ്ഷൻ, അന്നത്തെ ഫുൾ ഓപ്ഷൻ ആണ് VXI. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ, ബാക്ക് വൈപ്പർ, ഡിഫോഗർ, സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കണ്ടീഷൻ ടയേഴ്സ് ആണ്. നല്ല വണ്ടിയാണ്. ഏകദേശം നമുക്കൊരു 3,80,000 കിട്ടിക്കഴിഞ്ഞാൽ വണ്ടി കൊടുക്കാം. 3,85,000 കിട്ടി വണ്ടി. 3,40,000 ലോൺ കിട്ടും. 45,000 രൂപ ഡൗൺ പേയ്മെന്റ് വന്നാൽ മതി. ഇത് 2017 മോഡൽ വാഗണർ VXI ആണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അത് കൂടാണ്ട് ഓട്ടോമാറ്റിക് കൂടിയാണ്. ഓട്ടോമാറ്റിക് വാഗണർ VXI ആണ്. ഫാമിലി കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെടുമ്പോൾ നല്ല കാര്യം തീർച്ചയായും. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന 38,000 കിലോമീറ്റർ കൊണ്ട് ഓടിയിട്ടുള്ളൂ. ഒരു കാര്യം പറയാനുള്ളത്, ആക്സിഡന്റ് ഉണ്ട്, ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. നമുക്കൊരു ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉള്ളതിന്റെ പേരിൽ നമുക്കൊരു 3,15,000 കിട്ടിക്കഴിഞ്ഞാൽ വണ്ടി കൊടുക്കാൻ പറ്റും. 3,15,000 അത് നല്ല വണ്ടി. സാധാരണ 2017 ഓട്ടോമാറ്റിക് നമ്മൾ 4,25 മുതൽ 4,50 വരെ വണ്ടി വിൽക്കുക. 4,50 വരെയാണ് നമ്മൾ വണ്ടി വിൽക്കണമല്ലോ. മാർക്കറ്റ് ലക്ഷങ്ങളുടെ മാറ്റം ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉള്ളതിന്റെ പേരിലാണ്. അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന പ്രേക്ഷകരോട് പറയാനുള്ളത്, റീപ്ലേസ് ഉണ്ട്, അതിന്റെ പേരിലാണ് ഈ ഒരു വില കുറച്ച് കൊടുക്കുന്നത്. റീപ്ലേസ് ചെയ്തത് കമ്പനിന്നാണ്. ഹിസ്റ്ററിയിലുണ്ട്. ലാഭമാണ്. 3,15,000 ചോദിക്കുന്നത്. ലോൺ നമുക്ക് ഫുൾ ലോൺ കൊടുക്കാം. ഫുൾ ലോണും കൊടുക്കാം. 1 രൂപ ചെലവാക്കേണ്ട ആവശ്യമില്ല. വണ്ടി വരിക, പ്രൂഫും കാര്യങ്ങളും കൊടുക്കുക, എടുത്തുകൊണ്ടാണ് പോവുക. ഇത് 2021 മോഡൽ ഗ്ലാൻസ G വേരിയന്റ് ആണ്. G വേരിയന്റ് ആയതുകൊണ്ട് നമുക്ക് സ്കേറ്റിംഗ്, അലോയിൽ, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, അങ്ങനെ ഫുൾ ഓപ്ഷനിൽ വരുന്ന എല്ലാ ഐറ്റംസ് ഈ വണ്ടിയിലുണ്ട്. എയർ ബാഗ് ഉണ്ട്, ബാക്ക് വൈപ്പർ ഉണ്ട്, ഡിഫോഗർ ഉണ്ട്, ക്യാമറ, സെൻസർ എല്ലാം വരുന്നുണ്ട്. സീറ്റും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പറയാൻ നിന്ന അതിനെ സമയം എല്ലാം ഉള്ള വാഹനമാണ്. ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് ഓരോന്നോന്ന് എണ്ണി പറയേണ്ട ആവശ്യം. 40,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 48,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. പെട്രോൾ ആണ്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. കമ്പനി സർവീസ് ആണ്. നമ്മൾ ചോദിക്കുന്ന 7 ലക്ഷം രൂപ ചോദിക്കുന്നതല്ല. 7 ലക്ഷം രൂപ നിങ്ങൾ ചോദിക്കുന്ന പ്രൈസാണ്. 6 ലക്ഷം രൂപ നമുക്ക് 6,50,000 വരെ ലോൺ 50,000 രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കി കഴിഞ്ഞാൽ ടൊയോട്ടന്റെ ഗ്ലാൻസ
ഫുൾ ഓപ്ഷൻ വണ്ടി നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം. വീട്ടിൽ കൊണ്ടുപോകും. ഓക്കെ. ഇനിയിപ്പോൾ നമുക്ക് സാധാരണക്കാർക്ക് മാത്രമല്ല അത്യാവശ്യം വലിയ ബഡ്ജറ്റിൽ വാഹനങ്ങൾ നോക്കുന്ന ആളുകൾക്ക് കുറച്ച് വലിയ വാഹനങ്ങൾ ആഗ്രഹം ഉണ്ടെങ്കിലും ഷോറൂമിലേക്ക് വരാം. തീർച്ചയായിട്ടും നമ്മൾ ഇത്ര പരിചയപ്പെട്ട് സാധാരണക്കാരുടെ ചെറുവണ്ടികൾ പരിചയപ്പെട്ട് ഫാമിലി പർപ്പസ് പറ്റിയ വണ്ടികൾ ഉപയോഗിച്ച ഇതും ഫാമിലി പർപ്പസിൽ ചെറിയ ബഡ്ജറ്റിലെ വണ്ടിയാണ്. ഇത് ഡീസലാണ്. 2017 മോഡൽ ബ്രസേൻ്റെ ZDI പറഞ്ഞ വേരിയൻ്റ് വരുന്നത്, ഡീസൽ വേരിയൻ്റ് വരുന്നത്. ഇത് സെക്കൻഡ് ഓണർഷിപ്പിൽ നിലവിൽ നിൽക്കുന്നത്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 73,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ള 73,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കമ്പനി സർവീസാണ്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. പക്കാ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന്റെ ഫീച്ചേഴ്സ് എന്താ? ഇത് AC പോസ്റ്റിംഗ്, 4 പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിന്റെ കൂടെ ZDI ആയതുകൊണ്ട് നമുക്ക് അലവിൽ കാര്യങ്ങളൊക്കെ കണ്ടീഷൻ ടയർ ഉണ്ട്, സീറ്റ് കവർ ഉണ്ട്, കാര്യങ്ങളൊക്കെയാണ്. ചോദിക്കുന്ന പ്രൈസോ? ഇത് നമുക്ക് ഏകദേശം 7,40,000 ചോദിക്കുന്നതല്ല. 7,40,000 നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. 7 ലക്ഷം രൂപ ലോൺ കിട്ടും. 7 ലക്ഷം ലോൺ ചെയ്യാൻ പറ്റും. വെറും 47,000 വണ്ടി ഇറക്കി കൊടുക്കും.